പലരും എന്നെ വിളിച്ചിട്ട് അവരുടെ ഓരോ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ പലർക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കാഴ്ചകൾ കാണുന്നു. നെഗറ്റീവ് ശക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിട്ടുള്ള അനുഭവങ്ങൾ വരുന്നു. അവരത് കാണുന്നു. നഗ്നനേത്രം കൊണ്ടല്ല, ഹാഫ് മൈൻഡിൽ നിന്ന് അവർക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഉറക്കത്തിൽ ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ സ്വപ്ന രൂപേണയും ദർശന രൂപേണയും അവർക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള പല അനുഭവങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പക്ഷേ മക്കളുടെ കാര്യത്തിലോ ഭർത്താവിന്റെ കാര്യത്തിൽ കൂടെ വീട്ടിലുള്ള മറ്റ് വീട്ടുകാർ, ഇപ്പൊ മാതാപിതാക്കൾ അല്ലെങ്കിൽ അമ്മായിയമ്മ, അമ്മായിയച്ഛൻ, മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷെ അവരിൽ നിന്നും ഭയങ്കര ഹറാസ്മെന്റും പുച്ഛവും അല്ലെങ്കിൽ നീതികെട്ട പ്രവൃത്തികളും, നമ്മുടെ ആത്മീയൊന്നും അവരങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. നിർബന്ധിച്ച് അമ്പലങ്ങളിലും അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ അവര് പ്രേരിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള പല പ്രശ്നങ്ങളുണ്ട്. ഹസ്ബൻഡൊക്കെ പണ്ടത്തെക്കാട്ടിലും കൂടുതൽ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പല വിഷയങ്ങളും ഇക്കൂട്ടർ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ ഈ മെസ്സേജിലൂടെയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളും വരുന്നുണ്ട്. പേഴ്സണൽ ഒരുപാട് അനുഭവങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് കൂടെയുള്ളവർ വഴി ഒരുപാട് പ്രശ്നങ്ങൾ വിഷയങ്ങൾ വരുന്നത്? അതെന്തുകൊണ്ടൊരു മാറ്റം വരുന്നില്ല? കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് വരും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഏതാണ്ട് ഒരു വർഷത്തോളമായി, ഇതിലൊരു 6 മാസത്തോളം കഴിഞ്ഞപ്പോഴാണ് പലർക്കും നല്ല അനുഭവങ്ങൾ കിട്ടുന്നതായിട്ട് എന്നോട് പറയുന്നത്. ഇപ്പോഴും ആ അനുഭവങ്ങൾ കിട്ടി വന്നിട്ടും കുടുംബത്തിൽ മറ്റുള്ളവർക്ക് മാറ്റങ്ങൾ വരുന്നില്ല. അത് കാരണമുള്ള ഭയങ്കരമായ വിഷമങ്ങളും പ്രശ്നങ്ങളും പലരും പറയുന്നുണ്ട്. അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെസ്സേജ് ഇപ്പോ നൽകുന്നത്. നമുക്ക് ഈ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന്റെ കാരണം, നമ്മുടെ ആത്മാവ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അനുഭവിക്കുന്നത് നമ്മൾ എന്ന് പറയുന്ന നമ്മുടെ ബോധ മനസ്സ് തിരിച്ചറിയുന്നതാണ്. എന്തുകൊണ്ട് ഈ അനുഭവിക്കുന്നത് തിരിച്ചറിയുന്നു? ആത്മീയ രഹസ്യങ്ങളും മർമ്മങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. ആത്മാവ് കുറച്ചുകൂടെ പവർഫുൾ ആകുന്നുണ്ട്. ആത്മാവും നമ്മളും ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയി വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ലെവലിൽ ആത്മവളർച്ച നടക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഈ അനുഭവങ്ങൾ വരുന്നത്. മാത്രമല്ല, നമ്മളൊരു ഹാഫ് മൈൻഡ് ലെവലിൽ, അര ഉറക്കം എന്ന ലെവലിലേക്ക് നമ്മൾ ധ്യാനിച്ച് പോകുമ്പോൾ കുറച്ച് ആത്മവളർച്ച ഉള്ള വ്യക്തികൾക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളും അനുഭവങ്ങളൊക്കെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് കൊച്ചു കുട്ടിയാണെങ്കിൽ പോലും, ജന്മനാൽ ആത്മവളർച്ച വന്ന ഒരു ആത്മാവാണെങ്കിൽ, ഒരു കൊച്ചു കുട്ടിയാണെങ്കിൽ പോലും മെഡിറ്റേറ്റ് ആ ഒരു ലെവലിലേക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ അനുഭവങ്ങളൊക്കെ വരും. വളരെ ചെറിയ ആത്മവളർച്ചയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഈ ധ്യാന അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ്, നമ്മുടെ മനസ്സ്, ബോധ മനസ്സിനെ ഒന്ന് ഒതുക്കി ശാന്തമാക്കി വെക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ കിട്ടും. ഇതോടൊപ്പം തന്നെ കുറച്ച് ആത്മാവ് വളർന്ന ഒരു ആത്മാവാണെങ്കിൽ നമ്മൾ ആത്മീയമായി ഇനി വളരാൻ വേണ്ട നിർദ്ദേശങ്ങൾ, തടസ്സങ്ങൾ, നെഗറ്റീവ് ശക്തികളുടെ ശല്യങ്ങൾ, ഇതെല്ലാം കഥാരൂപേണ ചില ആലങ്കാരികമായ രീതിയിൽ പാമ്പിനെ കാണിച്ചും പട്ടി ഓട്ടിക്കുന്നതായിട്ട് കാണിച്ചും അല്ലെ വന്യമൃഗങ്ങളെ ആക്രമിക്കുന്നതായിട്ട് കാണിച്ചൊക്കെ നമ്മളെ ഇങ്ങോട്ട് ഇൻഫർമേഷൻ തരും. കാരണം എന്തിനാണ്? നമ്മൾ കൂടുതൽ ഇതൊക്കെ ഇതിന്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കി കൂടുതൽ പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ തരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ തരുമ്പോൾ ഇത് കിട്ടുന്നത് കൊണ്ട്, അല്ലെ ഇങ്ങനെയൊക്കെ കിട്ടി നല്ല അനുഭവങ്ങൾ കിട്ടുന്നത് കൊണ്ട് നമ്മളങ്ങ് വളർന്നു എന്ന് ആരും കരുതരുത്. വളരാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്ന ലെവലിലേക്ക് നിങ്ങൾ എത്തിയേ ഉള്ളൂ. നേരത്തെ ഒന്നും കിട്ടുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാതെ ആരുടെയൊക്കെയോ മെസ്സേജുകളും ഇങ്ങനെയുള്ള ധ്യാനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് യാന്ത്രികമായി പൊയ്ക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ആത്മാവിലൂടെ നിർദ്ദേശങ്ങളെല്ലാം കിട്ടിത്തുടങ്ങി, അനുഭവങ്ങളെല്ലാം വന്നു തുടങ്ങി. അദൃശ്യ ശക്തികൾ, നെഗറ്റീവ് ശക്തികൾ സഞ്ചരിക്കുന്നത്, നമ്മളെ സ്വാധീനിക്കുന്നതെല്ലാം തിരിച്ചറിയാൻ പറ്റി. ഇതൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. ഈ പോസിറ്റീവ് ശക്തികളും നെഗറ്റീവ് ആസുരിക ശക്തികളൊക്കെ നമ്മുടെ വീട്ടിലും നമ്മുടെ പ്രദേശത്തും നാട്ടിലും ഒക്കെ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. ഇത് ഇപ്പം നമ്മൾ കണ്ടാലും ശരി കണ്ടില്ലേലും ശരി ഇതൊക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ആത്മീയമായി വളർന്ന് നമ്മുടെ ആത്മാവ് കുറച്ച് പവർഫുൾ ആകുമ്പോൾ ഇവരെയൊക്കെ കാണുകയും ഇതൊക്കെ അനുഭവിക്കുകയും ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് നമ്മൾ ആത്മീയമായി അങ്ങ് വളർന്നു ഒരു ലെവലായി എന്ന് ആരും കരുതരുത്. എന്താണ് നമ്മൾ ആത്മീയമായി വളർന്നു അല്ലെങ്കിൽ ഒരു ലെവലായി എന്ന് നമുക്ക് മനസ്സിലാകുന്നതിന്റെ അടയാളം എന്താണ്? ആ അടയാളമാണ് ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങിയ കാര്യം. നമ്മുടെ ഭർത്താവും നമ്മുടെ മക്കളും നമ്മുടെ കൂടെ താമസിക്കുന്ന വീട്ടുകാർ, അതായത് മാതാപിതാക്കൾ, അവരിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, നമ്മൾ ആത്മീയമായി വളർന്നു തുടങ്ങി. പക്ഷെ നിർദ്ദേശങ്ങളും ഈ അനുഭവങ്ങളും കിട്ടി എന്ന് വിചാരിച്ച് ഈ പ്രശ്നങ്ങൾ സോൾവ് ആവൂല. വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവണോ, നമ്മൾ കാര്യപ്രാപ്തി
അല്ലെങ്കിൽ പ്രായോഗികമായി ചിന്തിച്ചും ജ്ഞാനത്തോടുകൂടി നമ്മൾ പെരുമാറുകയും നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ, ചുരുക്കം പറഞ്ഞാൽ നമ്മൾക്ക് കുറെ പക്വത വരികയും നമ്മൾ ആത്മീയമായി വളരുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും സോൾവായി വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെ സ്വപ്നങ്ങൾ കാണുന്നു, ദർശനങ്ങൾ കിട്ടുന്നു, പല കാര്യങ്ങളും മനസ്സിലാകുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങൾ അടുത്ത പടിയിലേക്ക് വരാനുള്ള ലെവലായി കഴിഞ്ഞു. ഇനി അടുത്ത പടി എന്താണ്? ഈ മനസ്സിലാക്കിയ കാര്യങ്ങളിലൂടെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പക്വതപ്പെടുത്തണം. ഇപ്പൊ വീട്ടുകാരുണ്ടെങ്കിൽ അവിടെ ബുദ്ധിപരമായി നിൽക്കാൻ എങ്ങനെ നിൽക്കാം, ഇതൊക്കെ നിങ്ങൾ ഒന്ന് ധ്യാനിച്ച്, ഇവര് ഇപ്പം തലതിരിഞ്ഞ് നിൽക്കുന്ന ഒരു അമ്മായിയമ്മ, ഇല്ലെങ്കിൽ കുറച്ച് മദ്യപാനവും ഇത്തിരി ദുശീലവും ഒക്കെ ഉണ്ട്, വീട്ടിൽ ബഹളമൊക്കെ കാണിക്കുന്ന ഒരു അമ്മായി അച്ഛൻ, അല്ലെ സ്വന്തം അച്ഛനാണെങ്കിൽ പോലും എങ്ങനെ ഇവരെ ഡീല് ചെയ്യാം എന്ന ലെവലിൽ നിങ്ങൾ തന്നെ ധ്യാനിച്ച് നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചാൽ ചില കഥാരൂപേണയൊക്കെ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ കിട്ടും. കാരണം അങ്ങനെ ഉത്തരം കിട്ടുന്ന ലെവലിലേക്ക് നിങ്ങൾ വളർന്നു കഴിഞ്ഞു. നിങ്ങളുടെ കയ്യിൽ സംഗതി കിട്ടിക്കഴിഞ്ഞു, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞു, അത്ര ശക്തിയിലേക്ക് നിങ്ങൾക്ക് കാണാനും അനുഭവിക്കാനുമുള്ള ആ ഒരു കപ്പാസിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതാണ് തുടക്കം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കഴിവ് വെച്ചും കൊണ്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് തിരിച്ചും മറിച്ചും ചോദിച്ച് മനസ്സിലാക്കിയെടുക്കണം. ഇപ്പൊ ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് തന്നെ പ്രാർത്ഥനയിൽ ഈ ഒരു വിഷയം വരുമ്പോ ഞാൻ എന്ത് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ അന്ന് തന്നെ അതേപോലെ ഉത്തരം കിട്ടണമെന്നില്ല. ഒരു കഥാരൂപേണ ഒരു സാങ്കല്പികമായ ഒരു സിറ്റുവേഷൻ പോലെയൊക്കെ നമ്മളെ കാണിച്ച് ചില സംഗതികളിൽ നമ്മളെ പഠിപ്പിക്കും. കാരണം നമുക്കൊരു നേരെ ഇനി നാളെ മുതൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നൊന്നും ആരും സംസാര രൂപേണ നിങ്ങൾക്ക് തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞു തരൂല. കാരണം നിങ്ങൾ വളർന്നു വരുന്നതേ ഉള്ളൂ. ആത്മീയമായി എത്രത്തോളം വളർന്നു വരുന്നു, എത്രത്തോളം പവർഫുൾ ആവുന്നു, അതനുസരിച്ച് ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഇന്നതാണ്, ഇങ്ങനെ ചെയ് എന്ന് പെട്ടെന്ന് ഉത്തരം കിട്ടണമെങ്കിൽ നിങ്ങൾ അത്രയും വളരണം. അപ്പൊ നിങ്ങൾ അത്രയും വളരാൻ വേണ്ടിയിട്ടാണ് ഈ കഥാരൂപേണയൊക്കെ ഈ ഉപനിഷത്ത് പോലെ അല്ലെങ്കിൽ സാങ്കല്പിക ഭാവന കഥകളിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഇനി വളരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ നിന്നും നിങ്ങൾ ഡീകോഡ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ പരാജയപ്പെട്ടു, ചിലപ്പോൾ സക്സസ് ആകും. അങ്ങനെ നിങ്ങൾ സ്വന്തമായി പ്രാക്ടീസ് ചെയ്യാനാണ് അങ്ങനെയുള്ള ദർശനങ്ങളും കാര്യങ്ങളും വരുന്നതെന്നുള്ള സത്യം തിരിച്ചറിയണം. അല്ലാതെ ഒരു കാര്യം കണ്ടു, എനിക്കത് മനസ്സിലായില്ല എന്നും പറഞ്ഞ് വിട്ടുകളയരുത്. എനിക്ക് മനസ്സിലായില്ല, എനിക്കത് വ്യക്തമാകുന്നില്ല എന്നും പറഞ്ഞ് പിന്നെയും നിങ്ങൾ പ്രാർത്ഥിക്കണം, പിന്നെയും ചോദിക്കണം. അപ്പൊ വേറൊരു കഥ വരും. ഇങ്ങനെ പല പല കഥകൾ വരുമ്പോൾ അതിൽ നിന്നും ഒരു പ്രധാന തത്വം നിങ്ങൾ ഡീകോഡ് ചെയ്തെടുക്കണം. അതിന്റെ അകത്തുനിന്ന് കണ്ടുപിടിച്ചെടുക്കണം. കണ്ടുപിടിച്ചെടുത്തിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ അതവിടെ സക്സസ് ആകുന്നില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കണം. എനിക്ക് കിട്ടിയതുപോലെ ഞാൻ ചെയ്തിട്ട് സക്സസ് ആകുന്നില്ല, അപ്പൊ എന്താണ് അടുത്ത തടസ്സം എന്ന് വീണ്ടും നിങ്ങൾ ചോദിക്കണം. അങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ച് 1-2 ദിവസത്തിനകത്ത് വീണ്ടും അടുത്ത കാര്യങ്ങൾ കാണിച്ചു തരും. കാരണം ഇങ്ങനെ കാണിച്ചു തന്ന് നിങ്ങളെ സ്വന്തമായി വളർത്താൻ വേണ്ടിയിട്ടുള്ള ലെവലിൽ നിങ്ങൾ പലരും എത്തിക്കഴിഞ്ഞു. ഇപ്പൊ എന്റെ ഡ്യൂട്ടി ഏതാണ്ട് ആയി കഴിഞ്ഞു. കാരണം നിങ്ങൾ ആ ലെവലിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു എന്റെ പ്രധാന ദൗത്യം. അപ്പൊ അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അടുത്ത പരിപാടി നിങ്ങൾ തന്നെ തിരിച്ചും മറിച്ചും ചോദിച്ച് ഓരോ കാര്യങ്ങളും ചോദിക്കണം. ഇപ്പം അമ്മായിയമ്മ പോര്, അപ്പൊ അമ്മായിയമ്മയുടെ സ്വഭാവം ഇങ്ങനെയാണ്, അപ്പൊ ഇങ്ങനെയുള്ള അമ്മായിയമ്മയെ അടുത്ത് ഞാൻ എങ്ങനെ ഡീല് ചെയ്യണം എന്ന് നിങ്ങൾ തന്നെ ചോദിക്കണം. അപ്പൊ എനിക്ക് ഈ ഒരു അമ്മായിയമ്മയോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് പബ്ലിക്കായിട്ട് ചില അടിസ്ഥാനമേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അത് ഞാൻ ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഓരോ അമ്മായിയമ്മയ്ക്കും ഓരോ ക്യാരക്ടറാണ്, ഇല്ലെങ്കിൽ ഓരോ ഭർത്താക്കന്മാർക്കും ഓരോ ക്യാരക്ടറാണ്, ഇല്ലെങ്കിൽ ഓരോ ഭാര്യമാർക്കും ഓരോരോ ക്യാരക്ടറാണ്. അപ്പം ഓരോ ഭാര്യയ്ക്കും വേണ്ട രീതി എന്താണെന്ന് ആ ഹസ്ബൻഡ് തിരിച്ചറിഞ്ഞ് വേണം പെരുമാറാൻ. അല്ലെങ്കിൽ ഓരോ ഭർത്താക്കന്മാരോട് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഓരോ ഭാര്യമാരും അവരുടെ ഭർത്താവിനെ വെച്ച് വേണം അത് മനസ്സിലാക്കി പെരുമാറാൻ. അല്ലാതെ പ്രധാന ഒരു തത്വം പഠിച്ചും കൊണ്ട് നേരിട്ടങ്ങ് ചെന്ന് പെരുമാറാൻ പറ്റൂല. കാര്യം അങ്ങനെ ആയിരിക്കില്ല നമ്മുടെ ഭർത്താവ്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ, അല്ലെങ്കിൽ നമ്മുടെ അമ്മ. അപ്പൊ അവരുടെ ക്യാരക്ടർ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്ന എന്റെ അമ്മായിയമ്മ അല്ലെങ്കിൽ എന്റെ ഭർത്താവ് അല്ലെങ്കിൽ എന്റെ ഭാര്യയോട് ഞാൻ ഇങ്ങനൊരു വിഷയം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രാർത്ഥിച്ചാലേ അതിൻ്റെതായ ഉത്തരം കിട്ടുള്ളൂ. അങ്ങനെ ഓരോ വിഷയവും ഓരോ മേഖലയും നിങ്ങൾ തന്നെ മെനക്കെട്ട് ഇരുന്ന് പ്രാർത്ഥിച്ച് ആൻസർ കണ്ടുപിടിച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അങ്ങനെ 1-2 വിഷയം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പല രീതിയിൽ മാറി മാറി കിട്ടും. കാരണം ഇതൊരു നെഗറ്റീവ് പോസിറ്റീവ് തമ്മിലൊരു യുദ്ധമാണെന്ന് ആദ്യം തിരിച്ചറിയണം. അപ്പൊ യുദ്ധം എന്ന് പറയുമ്പോഴത്തേക്കും ശത്രു അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ വരുന്നു, ഇന്ന വശത്ത് വെച്ച് അവൻ എന്നെ വലത് കൈ കൊണ്ട് അടിക്കുമ്പോൾ ഞാൻ ഇടത് കൈ കൊണ്ട് തടുത്തിട്ട് എന്റെ വലത് കൈ കൊണ്ട് അവനെ അടിക്കാം എന്നൊന്നും പറയാൻ പറ്റൂല. അങ്ങനെ പഠിച്ചു പോകാൻ പറ്റൂല. യുദ്ധത്തില് എങ്ങനെ വേണോ ശത്രു കളിക്കും. ഇപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആത്മാവ് പറഞ്ഞു തരുമ്പോൾ നമ്മൾ അങ്ങനെ പെരുമാറുമ്പോൾ ചിലപ്പം ശത്രു അല്ലെങ്കിൽ പൈശാചിക ശക്തി
നമ്മുടെ മറുഭാഗത്തുള്ള വ്യക്തിയിലൂടെ വേറൊരു രീതിയിൽ ചിലപ്പോൾ പെരുമാറിയിരിക്കും, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമ്മളോട് തിരിച്ചടിച്ചെന്നിരിക്കും. അപ്പൊ നമ്മൾ വീണ്ടും നമ്മൾ ആത്മാവിനോട് ചോദിക്കണം. കാരണം നമ്മൾ ആത്മാവിനെ പഠിപ്പിക്കണതാണത്. അപ്പൊ നമ്മൾ ആത്മാവ് ഉടനെ എന്ത് ചെയ്യും? അതൊരു ശക്തികളുമായി അല്ലെങ്കിൽ സൃഷ്ടാത്മ ദൈവത്തോട് ചോദിക്കുമ്പോൾ അടുത്തൊരു മെതേഡ് അവിടെ നിന്ന് നമുക്ക് പറഞ്ഞു തരും. ആ മെതേഡ് വേറൊരു സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ മെതേഡ് മാറ്റി ചവിട്ടി നോക്കണം, അല്ലെങ്കിൽ മെതേഡ് മാറ്റി കളിക്കണം. ഇങ്ങനെ നിങ്ങൾ തന്നെയാണ് തന്നെ വളർന്നു കയറി വരേണ്ടത്. എങ്കിലേ നിങ്ങൾക്ക് സത്യവും ആസ്വദിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരാൾ വന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് അതേപോലെ നിർദ്ദേശം ചെയ്ത് അതേപോലെ ചെയ്യുന്ന ഒരു ബൊമ്മ അല്ലെങ്കിൽ ഒരു പാവയല്ല സത്യബോധത്തിൽ വേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആത്മാക്കളെ അല്ല സൃഷ്ടാവാ ദൈവത്തിന്റെ ഹൈ തലത്തിലേക്ക് പോകേണ്ടത്. സ്വന്തമായി ജയിച്ച് പോരാടി വരുന്ന ഒരു ആത്മാവായിരിക്കണം. പലരും അടുത്ത് പറയും ഭയങ്കരമായ ധ്യാനം ചെയ്യുന്നു, ഇത്ര മണിക്ക് ധ്യാനം ചെയ്യുന്നു, അങ്ങനെ ധ്യാനിക്കുന്നു, ഇങ്ങനെ ധ്യാനിക്കുന്നു, ഞാൻ ഇങ്ങനെ ദർശനങ്ങൾ കാണുന്നു, പല പല അനുഭവങ്ങൾ കിട്ടുന്നു. പക്ഷെ സാമ്പത്തിക മേഖലയിൽ ഭയങ്കര പരാജയം, ഉദ്ദേശിക്കുമ്പോൾ ബിസിനസ് ഒന്നും കയറി വരുന്നില്ല, ക്ലയൻസ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല വിഷയങ്ങളാണ് ഈ ഇങ്ങനെ അനുഭവങ്ങൾ പലതും അനുഭവിക്കുന്ന ചില ഭർത്താക്കന്മാർ അല്ലെങ്കിൽ പുരുഷന്മാർ എന്നോട് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ അവരോടൊക്കെ പറയും. അപ്പൊ അവരോട് പറയുന്നത്, നിങ്ങൾ ഈ ധ്യാനവും ഇത് പൂജ, ഈ യൂട്യൂബിലൂടെ ഭയങ്കരമായ ഗവേഷണങ്ങൾ, ഈ ഓരോ ആൾക്കാർ പറയുന്ന ഭയങ്കരമായ തത്വങ്ങൾ, ഇതൊക്കെ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഭാര്യമാരുടെ കേസും അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നിന്നൊക്കെ അല്ലെങ്കിൽ മറ്റു മേഖലയിലൂടെ പ്രകൃതിയെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ ഭയങ്കര ആധികാരികമായിട്ട് കിട്ടുന്നു. ഇതൊക്കെ എനിക്കും അറിയാം, ഞാനും ഇതിൽ പലതും ചോദിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഈ ഭയങ്കരമായ ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ ഇങ്ങനെ ദൈവത്തോട് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ചോദിക്കും ഇതിന്റെ പിന്നിലെ സത്യം എന്താണ്. അപ്പൊ എനിക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരും. ഒരു സമയമായപ്പോഴേക്ക് എന്നോട് പറഞ്ഞു, ഈ ഗവേഷണം കംപ്ലീറ്റ് മതിയാക്കിയിട്ട് വീട്ടുകാരെ നിന്നോ അല്ലെങ്കിൽ എന്റെ ഭാര്യയിൽ നിന്നോ ഒന്നും 5 പൈസ കൈപ്പറ്റാതെ നീ എന്തൊക്കെ കൈപ്പറ്റിയിട്ടുണ്ട് അതെല്ലാം പലിശ സഹിതം തിരിച്ചു കൊടുക്കുക. ഒരു കടക്കാരനാവാതെ സകലമാന കടങ്ങളും കടകൾ നമ്മൾ വീടണം, സ്വന്തമായി വീടണം. വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നോ നമ്മളെ ഷെയറോ ഒന്നും വെച്ചല്ല കടം വീണ്ടത്. സ്വന്തമായി 4 കാശ് സമ്പാദിച്ച് കഠിന അധ്വാനം ചെയ്ത് കടങ്ങൾ വീടുക. സ്വന്തമായി 4 കാശ് സമ്പാദിച്ച് സ്വന്തമായ ഒരു വീട്, സ്വന്തമായ ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കി കാണിക്കുക. എന്നിട്ട് മതി നിന്റെ ധ്യാനവും ഇതും മറ്റേതെന്നും പറഞ്ഞ് ഇദ്ദേഹം എന്നോട് എന്റെ ആത്മാവിലൂടെയാണ് ശക്തമായി എനിക്കൊരു ഒരു ടാസ്ക് തന്നു. അപ്പൊ ഞാൻ ആ ടാസ്ക് ചെയ്ത് അതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 10, 16, 17 വർഷം മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു. പക്ഷെ ഇത്രയും നാളിന്റെ ഇടയിൽ എന്താണ് ഈ ഗ്യാപ്പ് വന്നതെന്ന് പറഞ്ഞാൽ ജയിച്ച് കാണിക്കാൻ പറഞ്ഞു. ഇപ്പൊ എന്നോട് വിളിച്ച് സംശയങ്ങൾ ചോദിക്കുന്ന പല ഭർത്താക്കന്മാരും സാമ്പത്തിക മേഖലയിലും കുടുംബത്തിലും ഒക്കെ പരാജിതരായി കിടക്കുകയാണ്. നിങ്ങൾ ഭയങ്കരമായ ഗവേഷണ ആത്മീയത നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ഗവേഷണമൊക്കെ ഇതൊക്കെ നല്ലത് തന്നെ. നിങ്ങളുടെ മനസ്സിനെ ഈ ആസുരിക ശക്തികൾ ശരിക്കും പറഞ്ഞാൽ തെറ്റിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിപ്പുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കണം. കാരണം നിങ്ങൾ ഇത്രത്തോളം ഗവേഷണം ചെയ്ത് ഭയങ്കരമായ അറിവ് നേടി ഭയങ്കരമായ ദൈവത്തോട് നന്ദിയും പറഞ്ഞ് പ്രാർത്ഥിച്ച് പിന്നെയും ഇങ്ങനെ കൂടുതൽ ആത്മീയ രഹസ്യങ്ങളും കാര്യങ്ങളും അന്വേഷിച്ച് പോകും തോറും നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം. കാരണം നിങ്ങളുടെ ആത്മാവിന്റെ ഡ്യൂട്ടി ഒന്നും നടക്കുന്നില്ല. നിങ്ങൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. അറിവ് കിട്ടുന്നുണ്ട്, ജ്ഞാനം കിട്ടുന്നുണ്ട്, പക്ഷെ എന്ത് പ്രയോജനം? ഇതിന്റെയൊക്കെ ശിക്ഷയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റു മണ്ഡലങ്ങളിൽ നിങ്ങളെ മരണശേഷം അനുഭവിച്ചിട്ട് വീണ്ടും ഭൂമിയിൽ വന്ന് ഒന്നേന്ന് ഇതെല്ലാം ചെയ്ത് പൂർത്തീകരിക്കാനായിട്ട് ദൈവത്തിൽ നിന്ന് നിർദ്ദേശം കിട്ടും. അങ്ങനെ വരേണ്ടിയും വരും. പക്ഷേ ഇതൊക്കെ ശരി, ഓക്കെ, മതി. ഇപ്പം ഇത്രയും അറിവും കിട്ടി, കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇത് ഇനിയും നിങ്ങൾക്ക് സമ്പാദിക്കാം, അറിവുകൾ എത്രത്തോളം സമ്പാദിക്കാം. പക്ഷെ അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന്മാർ ഒരു ടാസ്ക് ചെയ്ത് കാണിക്കുക. സ്വന്തമായി അധ്വാനിച്ച് 4 കാശ് ഉണ്ടാക്കി കാണിക്കുക. അങ്ങനെ ഉണ്ടാക്കി സ്വന്തമായി അധ്വാനിക്കുമ്പോൾ ഭാര്യയും ഭർത്താവ്, നമ്മളെ കുടുംബത്തിലെ അച്ഛനും അമ്മയും അമ്മായിയച്ഛനും അമ്മായിയമ്മയൊക്കെ നമ്മളെ ബഹുമാനിച്ച് നമ്മുടെ കൂടെ നിൽക്കും. നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു ശൈല്യം അല്ലെങ്കിൽ സ്വസ്ഥതയില്ല, വെറും പരാജയക്കാരനാണ് എന്നൊക്കെ രീതിയിലുള്ള കുത്തുവർത്താനങ്ങളും, അല്ലെങ്കിൽ ഭാര്യ പുരുഷനെ ഭരിക്കുന്നു, കുത്തുവർത്താനം പറയുന്നു, ഹറാസ് ചെയ്യുന്നു, പുച്ഛിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം, നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ ഒരു പുരുഷന്റെ കഴിവെന്താണ്? സ്വന്തമായി അധ്വാനിച്ച് 4 കാശുണ്ടാക്കുക. അങ്ങനെ ജയിച്ച് കാണിക്കുക. അങ്ങനെ വരുമ്പോൾ തന്നെ പുരുഷന്മാരുടെ വീട്ടിലെ വിഷയങ്ങളും പ്രശ്നങ്ങളെല്ലാം ഏതാണ്ട് തീർന്നിരിക്കും. ആരും ആ പുരുഷനെതിരെ ഒന്നും മിണ്ടൂല. അതുപോലെ തന്നെ ഈ ഭാര്യമാരും നിങ്ങൾ ഭയങ്കര ഭക്തി, ഭയങ്കര ജപം, ഭയങ്കര ധ്യാനം
ദർശനങ്ങൾ കാണുന്നു, ഒക്കെ ഓക്കെ. പക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ചെയ്യേണ്ട പല കർമ്മങ്ങളും തെറ്റിക്കിടപ്പുണ്ടെന്ന് ആദ്യം തിരിച്ചറിയുക. ഇങ്ങനെ തെറ്റിക്കിടക്കുന്നത് കൊണ്ടാണ് കൂടെയുള്ളവരിൽ നിന്ന് ഹറാസ്മെന്റും അത് ഇതും ഒക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ എവിടെയൊക്കെയാണോ നിങ്ങൾ തെറ്റിക്കിടക്കുന്നതെന്ന് ആദ്യം നിങ്ങൾ കണ്ടെത്തണം. ഇപ്പൊ എന്റെ അടുത്ത് ഭയങ്കര വിഷയങ്ങളും പ്രശ്നങ്ങളായിട്ടൊക്കെ സംസാരിക്കുന്ന പല വ്യക്തികളുണ്ട്. അപ്പം എന്റെ മെസ്സേജിലൂടെയും അവർക്ക് ദർശനമുണ്ട്, കാഴ്ചകളൊക്കെ ചിലപ്പോൾ കിട്ടുന്ന വ്യക്തികളുണ്ട്. പക്ഷെ പ്രശ്നങ്ങൾ അവിടെ മാറുന്നില്ല, വിഷയങ്ങൾ മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ അവരോട് ചിലപ്പോൾ എന്നെ ഒന്ന് കാണാൻ പറയാറുണ്ട്. അങ്ങനെ പലരും എന്നെ കാണാൻ വന്നിട്ടുണ്ട്. വരുമ്പോ ഞാൻ ഈ കാണുന്ന സ്ത്രീകളിൽ ഒരു 90% കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് മുഖത്ത് കുറെ വർക്കൊക്കെ ചെയ്ത് പിരിയൊക്കെ സ്വന്തം ഇഷ്ടത്തിന് വരച്ച് മുടിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് തലയിലെ മുടി തന്നെ എന്തൊക്കെയോ രീതിയിലൊക്കെ വെച്ച് അങ്ങനെ പ്രത്യേക സ്റ്റൈലിലൊക്കെയാണ് ഇവർ എന്റെ അടുത്ത് തന്നെ വരുന്നത്. വലിയ വലിയ മക്കളൊക്കെ ഉള്ളവരായിരിക്കും. ഭർത്താവൊക്കെ സാധാരണ ലെവലിൽ സാധാരണക്കാരനെ പോലെ വന്ന് നിൽക്കും. അപ്പൊ ഞാൻ ഇത് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എവിടെയാണ് ഇവർ പരാജയപ്പെട്ട് കിടക്കുന്നത്. ഇവരുടെ കർമ്മങ്ങളുണ്ട്, ഇഷ്ടംപോലെ കർമ്മങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ പെർഫെക്റ്റായി ചെയ്യുമ്പോൾ തന്നെ കുടുംബത്തിന്റെ സകല പ്രശ്നങ്ങൾ മാറിയിരിക്കും. എങ്ങനെ മാറും? ദൈവം തന്നെ മറ്റുള്ളവരുടെ മനസ്സിനെ നിയന്ത്രിച്ച്, ഞാൻ ആദ്യമേ പറയുന്നുണ്ടല്ലോ, ഈ സകല പേരുടെയും മനസ്സിനെയൊക്കെ നിയന്ത്രിക്കുന്നതെല്ലാം ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ശക്തികളായിരിക്കും. നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് വളർന്നു വന്ന് ആ ഒരു ലെവലിൽ നിങ്ങളുടെ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് നിങ്ങളുടെ ആത്മാവിന്റെ ഇഷ്ടത്തിൽ നിന്നാൽ ദൈവം മറ്റ് അദൃശക്തികളിലൂടെ നിങ്ങൾക്കെതിരെയുള്ള സകല നെഗറ്റീവ് ശല്യങ്ങളും ദൈവം തന്നെ അവിടെ പ്രവർത്തിച്ച് നിർത്തിത്തരും, മാറ്റി തന്നിരിക്കും. കാരണം അതിനുള്ള കഴിവ് മറ്റ് പോസിറ്റീവ് ശക്തികൾക്ക് ഉണ്ടെന്നേ. പക്ഷെ നിങ്ങൾ കറക്റ്റായി വരാത്തത് കൊണ്ടാണ് അവിടെ അത് കറക്റ്റ് ആവാത്തത്. നിങ്ങൾ കറക്റ്റ് ആവാതെ നിങ്ങളുടെ ചുറ്റുപാട് കറക്റ്റാക്കി തന്നാൽ അതെങ്ങനെ ന്യായമോ? അപ്പൊ നിങ്ങൾ എവിടെയൊക്കെയോ തെറ്റിക്കിടക്കുന്നു. എവിടെയൊക്കെ തെറ്റിക്കിടക്കുന്നു? അതിലെ ഒരു പ്രധാന സാധനമാണ് ഈ സ്ത്രീകൾ പുറത്തൊക്കെ പോകുമ്പോഴുള്ള ഈ പ്രച്ഛന്ന വേഷ പരിപാടികൾ. ആദ്യം മനസ്സിലായിക്കൊള്ളണം, യഥാർത്ഥ മുഖമേ ആയിരിക്കില്ല പലർക്കും. അതിന്റെ ആവശ്യം വരുന്നില്ല. കാരണം ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ആ മാനസികാവസ്ഥയാണ് അവിടെ പരാജയം. ചിലരുടെ ഞാൻ ചോദിക്കുമ്പോൾ അത് എന്റെ ഭർത്താവ് നിർബന്ധിച്ച് ഞാൻ ഭംഗിയായിട്ട് നടക്കണമെന്ന് എന്റെ ഭർത്താവിന് ഭയങ്കര താല്പര്യം, അതുകൊണ്ട് ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരുങ്ങി ഇങ്ങനെയൊക്കെ പോകുന്നതെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഞാൻ ചിന്തിക്കും, ഞാൻ നോക്കുമ്പോൾ ഈ ഭർത്താവ് ഒരുമാതിരി വയറും തള്ളി ഒരു ഷേപ്പ് ഒരു ഇതില്ലാതെ വലാകോല, അതിന്റെ ഭർത്താവിന് നല്ലൊരു 8 പാക്കും അല്ലെങ്കിൽ 6 പാക്കൊക്കെ ആക്കി ഭർത്താവിന് എന്താ നല്ല നടന്നുകൂടെ? ഇപ്പൊ ഭാര്യയ്ക്ക് തിരിച്ചങ്ങോട്ട് പറഞ്ഞുകൂടെ, ഞാൻ ഇങ്ങനെയൊക്കെ വരുന്നത് പോലെ അതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ 8 പാക്കും 6 പാക്കൊക്കെ ആയി നല്ല ബെലിനൊക്കെ ഇട്ട് ഒരു ചുള്ളനായിട്ട് വരണമാണ് എനിക്കും താല്പര്യം. നിങ്ങളതായി വാ, അപ്പോഴത്തേക്ക് ഞാനും ഇങ്ങനെ ആയി വരാം എന്ന് ഇവർക്കൊന്ന് പറഞ്ഞുകൂടെ? അപ്പൊ ഇത് കേട്ട ഉടനെ അതനുസരിച്ചങ്ങ് നിൽക്കുക എന്ന് പറയുന്നത്, ഈ ഞാനൊരു ചൊല്ലുണ്ട്, മോങ്ങാനിരുന്ന പട്ടിയുടെ മണ്ടയിൽ തേങ്ങ വീഴുന്നു എന്നൊരു ചൊല്ലുണ്ട്. മോങ്ങാനിരിക്കുകയാണ്, അപ്പോഴാണ് തേങ്ങ പട്ടിയുടെ മണ്ടയിൽ എവിടെയോ വീഴുന്നു, അത് കേട്ടും കൊണ്ട് പട്ടി അങ്ങ് മോങ്ങാൻ തുടങ്ങി എന്നൊരു ചൊല്ല് പോലെ ഭർത്താവ് ഇങ്ങനെ പറയാൻ മുട്ടിയിരിക്കുന്നത് പോലെയാണ് ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നിങ്ങളുടെ ആത്മാവ് ആകെ വിഷമിച്ച് നിരാശയിലാവുകയാണ്. കാര്യം എത്ര അറിവ് കിട്ടി, എന്തൊക്കെ ദൈവം എന്തൊക്കെ ഭക്തി എന്ന് പറഞ്ഞാൽ പോലും ആത്മാവിന് ഇഷ്ടമില്ലാത്ത രീതിയിലാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് ആദ്യം തിരിച്ചറിയണം. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നിങ്ങളുടെ ആത്മാവ് നിങ്ങൾക്ക് ശത്രുവായി മാറും. പിന്നീട് അങ്ങോട്ട് പ്രശ്നങ്ങളും വിഷയങ്ങളും ആത്മാവിന്റെ പ്രൊട്ടക്ഷൻ ഫുള്ളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്നിരിക്കും. ഇതുകൊണ്ടൊക്കെയാണ് പലർക്കും വിഷയങ്ങളും പ്രശ്നങ്ങളും അനുഭവങ്ങളുണ്ട്, ആ കാഴ്ചയുണ്ട്, ഈ കാഴ്ചയുണ്ട്, പക്ഷെ പ്രശ്നങ്ങളും വിഷയങ്ങളും മാറുന്നില്ല. അതിലൊരു പ്രധാന സിമ്പിൾ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പലരും ചോദിക്കാം, അങ്ങനെ ഒരുങ്ങണ്ടേ? ഒരുങ്ങണം. നമുക്കുള്ള മുടി ഉള്ളതുപോലെ ചെയ്യുക, കുളിക്കുക, നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ധരിക്കുക, ആവശ്യത്തിന് ഒരുങ്ങി പോകണം. പക്ഷെ ഈ എക്സ്ട്രാ പരിപാടികളാണ് ഇവിടെ പ്രശ്നം നടക്കുന്നത്. പുരുഷന്മാരും അങ്ങനെ തന്നെ നല്ല ശരീരവും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ രാവിലെ എഴുച്ച് എന്തെങ്കിലും ജോലികൾ, വീട്ടിലെ ജോലികൾ പലതും ഉണ്ടല്ലോ, തുണി കഴുകാൻ കിടപ്പുണ്ടല്ലോ. നമ്മുടെ തുണികൾ നമ്മൾ തന്നെ ഞവടി പിഴിഞ്ഞ് ദിവസം കഴിയാതെ തന്നെ കൈക്കൊക്കെ നല്ല മസിൽ വരും. വീടൊക്കെ തന്നെ ഇപ്പൊ എല്ലാം സ്ത്രീകൾ തന്നെ വീട് വൃത്തിയാക്കണമെന്നും നിർബന്ധമൊന്നുമില്ല. ഒരു കമ്പും അല്ലെങ്കിൽ ആ തുടയ്ക്കണ സാധനം ഉപയോഗിച്ച് നല്ല ആമയ്ക്ക് തറ, വീടിന്റെ ഒരു ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ തറ കംപ്ലീറ്റ് ആമയ്ക്ക് തുടച്ച് നോക്ക്, നല്ല വേർക്കുകയും ചെയ്യും. ബാത്റൂമൊക്കെ നല്ല തേച്ച് കഴുകണം. അതൊക്കെ ചെയ്ത് നോക്ക് പുരുഷന്മാര്. അതൊന്നും എല്ലാം സ്ത്രീകളെ തലയെ കൊണ്ട് വെക്കാതെ അതൊക്കെ പുരുഷന്മാരും ചെയ്യണം. അങ്ങനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് നിങ്ങൾ ആഴ്ചയിൽ 2-3 ദിവസം ചെയ്യുമ്പോൾ തന്നെ മാന്യമായ മസിലും കാര്യങ്ങളും ആരോഗ്യ അതിൽ തന്നെ വരും. അതൊന്നും ചെയ്യാതെ വീടും പെരടും ഒക്കെ നശിച്ച് വിട്ട് കിടക്കുകയും ചെയ്യും. രാവിലെ ധ്യാനം, പിന്നെ ജിമ്മ് അല്ലെങ്കിൽ നടക്കാൻ പോക്ക്, അത് വീട് തന്നെ വൃത്തിയാക്കിയാൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ക്ലിയറായി വന്നിരിക്കും. ഇത് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയുന്നതാണ്. അപ്പൊ പലരും ഈ പ്രശ്നങ്ങൾ പറയുന്നു, ഭയങ്കരമായ അനുഭവങ്ങൾ കിട്ടുന്നു. അനുഭവം കിട്ടുന്നതിന്റെ കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആത്മാവ് പവർഫുൾ ആയിട്ടുണ്ട്.
ഇൻഫർമേഷൻസ് ഒക്കെ മറ്റു ശക്തികളിൽ നിന്ന് നമുക്ക് കിട്ടി വരുന്നുണ്ട്. പക്ഷെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ ആത്മാവിന്റെ ഇഷ്ടം അനുസരിച്ച് ഇതേപോലുള്ള മൈന്യൂട്ടായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ കറക്റ്റാക്കി വന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാര് സ്വന്തമായി 4 കാശ് സമ്പാദിച്ച് ദൈവത്തിന്റെ മുമ്പിൽ ചെയ്ത് കാണിക്കുക. അല്ലാതെ അങ്ങനെ ഇല്ലാത്ത ആർക്കും അപ്പൊ ദൈവത്തിന്റെ ഹൈ ലെവലിലേക്കൊന്നും പോകാൻ പറ്റൂല. ഭൂമിയിലൊരു കർമ്മം അല്ലെങ്കിൽ ഒരു ദൗത്യമായിട്ട് ഭൂമിയിൽ വന്നിട്ട് അവിടെ ഈ ഒരു മേഖലയിൽ തന്നെ ശുദ്ധ പരാജയം അടിക്കുന്ന ഒരു വ്യക്തി എത്ര മണിക്കൂർ ധ്യാനിച്ചാൽ പോലും ദൈവത്തിന്റെ ഹൈ തലത്തിലോട്ട് പോകൂല എന്ന് 100% ഉറപ്പാണ്. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്ത്